അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ റിസോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തെപ്പക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങൾ ഇവിടെ നിന്നാണ് മസനഗുഡിക്ക് പോകുന്നത്. അപ്പോൾ മസനഗുഡിക്ക് പോകുന്ന ഓൾഡ് റൂട്ട് ഞാൻ കാണിച്ചു തരാം. ഓൾഡ് റൂട്ട് ക്ലോസ്ഡായി, ഇപ്പോൾ വേറെ റൂട്ടാണ്. അത് ഇപ്പോൾ ചെറിയൊരു കൺജസ്റ്റഡായി, കാരണം ആ റോഡ് കുറച്ച് വീതി കുറവാണ്. അത് കാരണം റോഡ് ക്ലോസ്ഡാണ്. അപ്പോൾ തെപ്പക്കാട് എത്തുന്ന മുന്നേ റൈറ്റിലേക്ക് തെപ്പക്കാടിന് റൈറ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. അതുകൂടിയാണ് മസനഗുഡിക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ ഒരു ഒറ്റ ഹോട്ടലേ ഉള്ളൂ. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊരു സ്ഥലമാണ്. ബാക്കിൽ മാനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ എലിഫൻ്റ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പല ടൈമിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആകെ. അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒറ്റൊരു ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് മസനഗുഡി എത്തിയ റെസ്റ്റോറൻറ്റ് ഉള്ളതും. പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ബന്ദിപ്പൂർ ബാംഗ്ലൂർ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അവിടെയാണ് അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ പോയാൽ നമുക്ക് സഫാരി കാര്യങ്ങളൊക്കെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സഫാരിക്ക് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പല ടൈമിങ്സും ഉണ്ട്. എല്ലാ ടൈമിങ്ങിലും ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ അത് ഇപ്പോൾ ഈ കാണുന്ന ആ റൂട്ട് കണ്ടില്ലേ, ആ റൂട്ടിലാണ് മസനഗുഡി പോകേണ്ടത്. പണ്ട് ഈ കാണുന്ന ഈ റൂട്ടായിരുന്നു, അത് ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് കൂടെയാണ് നമുക്ക് മസനഗുഡി ഊട്ടിക്ക് പോകേണ്ട റൂട്ട് ഇതാണ്. ഇത് ആ റൂട്ടിലേക്ക് ജോയിൻ്റ് ആവട്ടോ. ഇവിടെ ബസ് സ്റ്റോപ്പുകളൊക്കെ കാണാൻ പറ്റും അല്ലേ. ഇവിടെ റിസപ്ഷനും ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെയാണ്. അവിടെ പോയാൽ സഫാരി കാണാനൊക്കെ ഉണ്ട്. നമ്മളെ കാട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ആനിമൽസിനെ കാണാനൊക്കെ കാണാൻ പറ്റും. ഇത് ഈ കാണുന്ന ഈ വഴിക്കാണ് നമ്മൾ മസനഗുഡിക്ക് പോകേണ്ടത്. ഞങ്ങളിപ്പോൾ ഏകദേശം മസനഗുഡി എത്തിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഇവിടുന്ന് 5.7 കിലോമീറ്ററാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ളത്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് സഫാരി ഗാർഡൻ പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന വഴിക്ക് നിങ്ങൾ വണ്ടി കാര്യങ്ങളൊന്നും എവിടെയും നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ഈ മസനഗുഡി റൂട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ ക്യാമറ സർവൈലൻസ് ക്യാമറ ഉണ്ട്. ഫൈൻ കാണാനൊക്കെ വരും. കാരണം ഒരു ചെക്ക് പോസ്റ്റിനോട് എത്തിയപ്പോൾ നമ്മൾ വണ്ടി ഒരു ഗട്ടറിലേക്ക് ഇറങ്ങാനുള്ള ഇഷ്യൂ വന്ന സമയത്ത് വണ്ടി നിർത്തി പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞാൽ നിർത്തരുത്, കാരണം അത് ഫൈനായി വരും. കാരണം അത് 24 hours അതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ പിന്നെ മായാർ സിംഗാര അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സൈറ്റിങ്ങും കാണാനൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മസനഗുഡിന് സ്ട്രൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഊട്ടിക്ക് പോകണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സഫാരി ഗാർഡൻ റെസ്റ്റോറൻറ്റ് കഴിച്ചിട്ട് പോവുക. കാരണം അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പായിട്ടൊരു ഹെയർ പിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ അറിവ് പ്രകാരം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. തിരിച്ച് നമുക്ക് ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി ഇറങ്ങാൻ പറ്റില്ല. കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. TN43 വെഹിക്കിൾസ് മാത്രമേ അപ്പ് ആൻഡ് ഡൗൺ അലൗഡ് ഉള്ളൂ. നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചയിലേക്ക് പോകാം. റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം സഫാരി ലാൻഡ് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. നമ്മുടെ എടുത്തത് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഒരു റിസോർട്ടിലാണ്. ഇവിടെയും ആൾക്കാർ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റിസോർട്ട്, ഹോം സ്റ്റേ, റെസ്റ്റോറൻറ്റ്, ഒരു സ്വിമ്മിംഗ് പൂൾ, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് കാണാനൊക്കെ ഹോം സ്റ്റേ കാണാനൊക്കെ ഉള്ളത്. പിന്നെ ഇതൊക്കെയാണ് ടൗൺ വരുന്നത്. ഇവിടുന്ന് അവിടേക്കാണ് മസനഗുഡി ടൗണൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിംഗാരക്ക് റൈറ്റും അതേപോലെ തന്നെ മായാറിലേക്ക് ലെഫ്റ്റുമാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ നമ്മുടെ വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ്. ഈ വരുന്ന വഴിക്ക് തന്നെ മസനഗുഡി ഏകദേശം 5.7 കിലോമീറ്റർ ഉള്ളൂ. ഈ വരുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ റിസോർട്ടും ഇങ്ങനത്തെ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഒരു
ഒരു എന്താ പറയുക ഒരു 8-10 ഇങ്ങനത്തെ കോട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഒരു കാടിൻ്റെ സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കാടിൻ്റെ സെൻറ്ററിൽ തന്നെയാണിത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റേഞ്ചിനൊക്കെ ഇഷ്യൂ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിയോനൊക്കെ ഫുൾ റേഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ എയർടെല്ലിനും ഒരു അത്യാവശ്യം വല്ല റേഞ്ചൊക്കെ ഉണ്ട്, വിളിക്കാൻ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി എസ് എൻ്റെ ഉണ്ടോ അറിയില്ല. അപ്പോൾ എയർടെല്ലും ജിയോനും ഇവിടെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടേബിൾ ടെന്നീസ്, അതേപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇവരിവിടെ രാത്രി ഇവിടെ ആന കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ടെന്നും എല്ലാം പറയുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ ഇന്നും നാളെയൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എന്തായാലും നോക്കി നോക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ അടിപൊളി ഒരു ആംബിയൻസ് ആണ്, മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. നല്ലൊരു വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ എന്തായാലും കാഴ്ച കാണിച്ചത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, രാത്രി 8:30-ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങരുത്, കാരണം വൈൽഡ് അനിമൽസിന് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം 2 ദിവസം മുന്നേ തന്നെ ഒരു കാറ് ഒക്കെ തല്ലി പൊളിച്ചു എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ കാറിനുള്ളിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എടുക്കും. അതുകൊണ്ട് അവർ പറഞ്ഞത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോളൂ, അവരത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി 8:30-ക്ക് ശേഷം ഇറങ്ങരുത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് രാവിലെയും ആന വന്നിട്ടുണ്ടായിരുന്നു, 2-3 ആന ഇവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് ഒരു 3 ആനയാണ് ഏരിയയിൽ ഉണ്ടാവാറുള്ളത്. പിന്നെ കരടി കാരണമൊക്കെ ചിലപ്പോൾ രാത്രി കാണാൻ പറ്റും. നമുക്ക് എന്തായാലും കാണാൻ നോക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ റൂമിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയുള്ള റൂമൊക്കെയാണ്. കണ്ടില്ലേ, ഇവിടുന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ TV, AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കോട്ടേജിന് 2 റൂമുണ്ട്. ഇത് AC ആണ്, ഇതിനപ്പുറത്തുള്ള റൂം നോൺ AC ആണ്. ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. കാരണം ഈ കോട്ടേജിൽ 2 റൂമുണ്ട്. അപ്പോൾ 2 കൂടി ഒരു കോമൺ ബാത്റൂമാണ്, 2 സെപ്പറേറ്റ് റൂമാണ്. മറ്റേത് നോൺ ACയും ഇത് AC ആണ്. അതേപോലെ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ നമ്മൾ വൈകിട്ട് ഒരു 6:30-ന് പറഞ്ഞു വെക്കണം, എന്നാലും നമുക്ക് നൈറ്റിലേക്കുള്ള ഫുഡ് കിട്ടുള്ളൂ. 5 മണിക്ക് നല്ല കോഫി കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. സോ ഫുഡൊക്കെ, കാരണം രാത്രി സമയത്തൊക്കെ പുറത്തിറങ്ങുന്ന റിസ്ക്കാണ്. പിന്നെ പുറത്ത് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സോ നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ 6:30-ക്ക് പറഞ്ഞു വെച്ചാൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്.